ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്കൊക്കെ അടുക്കളയിൽ ഉപകാരപ്പെടുന്ന ഒത്തിരി പുതിയ ടിപ്സുകളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. തേങ്ങ ചിരകിയത് മാസങ്ങളോളം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനും കൂട്ടത്തിൽ കുരുമുളക് വീട്ടിൽ തന്നെ പൊടിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കേണ്ട ചില പൊടിക്കൈകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന ചിക്കനോ മട്ടനോ ഫിഷോ ഏതുമായിക്കോട്ടെ, ഫ്രീസറിൽ നിന്നും നമ്മളിത് പുറത്തെടുത്താൽ പെട്ടെന്ന് തന്നെ ഐസൊക്കെ പോവാനായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ടുള്ളത് എന്താണോ അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോ കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടിയുപ്പായാലും കുഴപ്പമില്ല, ഉപ്പ് നമുക്ക് ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ ബീഫൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബീഫിലെ ഐസൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ വിട്ടു കിട്ടിയതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. തേങ്ങ ചിരകിയത് മാസങ്ങളോളം ഫ്രഷ് ആയിട്ട് തന്നെ ഒട്ടും കേടാവാതെ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തേങ്ങ ചിരകിയെടുത്തതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇതുപോലെ അങ്ങ് വിതറി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ ഇനി മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെയുള്ള ബോക്സ് ആണ് വേണ്ടത്. ഈ ഒരു ബോക്സിലേക്ക് നമുക്ക് ഫ്രീസ് ചെയ്യാനുള്ള തേങ്ങയൊക്കെ ഇട്ട് വെക്കാം. ഈ ഒരു ബോക്സിന് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാം. എത്ര നാളും നമുക്ക് കേടൊന്നും കൂടാതെ തേങ്ങ ഈ ഒരു രീതിയിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്തൊരു ടിപ്പ്, തേങ്ങയൊക്കെ നമ്മൾ ചിരകിയിട്ട് ഫ്രിഡ്ജിലാണല്ലോ വെക്കാറ്. അങ്ങനെ നമ്മൾ ഒത്തിരിയൊക്കെ തേങ്ങ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന ടൈമില് ആ ഒരു തേങ്ങ നന്നായിട്ട് തന്നെ കട്ടയായി പോവാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് തേങ്ങയൊക്കെ വിട്ട് കിട്ടാനായിട്ട് നല്ല പാടായിരിക്കും. അപ്പൊ ഒട്ടും തന്നെ കട്ടയൊന്നും പിടിക്കാതെ തേങ്ങ നമ്മൾ എങ്ങനെയാണോ ചിരകിയെടുക്കുന്നത് ആ ഒരു രീതിയിൽ വേറിട്ട് കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ തേങ്ങ ചിരയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ട പിടിക്കുകയില്ല കേട്ടോ. ഞാനിപ്പോ ഇവിടെ 2 തേങ്ങയാണ് ചിരകിയെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ച് തേങ്ങ നമുക്ക് ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അധികം കനത്തിലിട്ട് കൊടുക്കാതെ ഇതുപോലെ പരത്തിയാണ് നമുക്ക് ഈ ഒരു തേങ്ങ ഇട്ട് വെക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഈ ഒരു തേങ്ങ ഫ്രീസറിൽ തന്നെ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്രീസറിൽ നിന്നും തേങ്ങ എടുക്കാം. ചെറിയൊരു തണുപ്പൊക്കെ വന്ന് തേങ്ങ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തേങ്ങ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി ഒരു ബോക്സിലേക്ക് മാറ്റി കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ബോക്സ് ആയിരിക്കണം നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. തേങ്ങ നമുക്ക് ഇതുപോലെയുള്ള ബോക്സിലേക്ക് മാറ്റി കൊടുക്കാം. തേങ്ങയിലെ തണുപ്പൊക്കെ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ നമുക്ക് ബോക്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് ഫ്രീസറിൽ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നമ്മൾ തേങ്ങ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ട പിടിക്കുകയില്ല. തോരൻ വെക്കാനാണെങ്കിലും പുട്ടിനാണെങ്കിലും എളുപ്പത്തിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് എടുത്തു നോക്കാം. നമ്മൾ തേങ്ങ ചിരകുമ്പോൾ എങ്ങനെയാണോ കിട്ടാറുള്ളത് അതുപോലെ തന്നെ വേറിട്ട് കിട്ടുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ എടുക്കുന്ന സമയത്ത് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. സ്പൂൺ കൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് കോരിയെടുക്കാം. തേങ്ങയൊക്കെ ചിരകിയിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആവുന്ന നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എത്രയൊക്കെ പഴക്കം ചെന്ന വേദനയായിക്കോട്ടെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് മാറ്റിയെടുക്കാനായിട്ടുള്ള കിടിലൻ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതിയാണ് വേണ്ടത്. ഇതിലേക്ക് ഞാനിപ്പോ കുറച്ച് വിക്സ് ആണ് തേച്ചു കൊടുക്കുന്നത്. വിക്സോ ടൈഗർ ബാമോ നമുക്കെടുത്ത് ഈ ഒരു ചെറുനാരങ്ങയിലേക്ക് ഇതുപോലെ നല്ലതുപോലെ തന്നെ തേച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയാണ് വിതറി കൊടുക്കേണ്ടത്. നമുക്ക് എവിടെയാണോ വേദനയുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് നല്ലതുപോലെ ഇതേപോലെ നമുക്ക് മസാജ് ചെയ്തു കൊടുക്കാം. നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ വേദനക്ക് ശമനം കിട്ടുന്നതാണ്. പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ ചെയ്തിരുന്ന ഒരു സൂത്രമാണിത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. യൂറിൻ പാസ് ചെയ്യുമ്പോഴുള്ള നീറ്റല് പുകച്ചില് ഒക്കെ മാറി കിട്ടാനായിട്ടുള്ള ടിപ്പാണ് കേട്ടോ പറയുന്നത്. ഇതിനായിട്ട് നമുക്കൊരു ഗ്ലാസ് എടുത്ത് 1/2 ടീസ്പൂണോളം ഓട്സ് ആണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ യൂറിൻ പാസ് ചെയ്യുമ്പോഴുള്ള നീറ്റല്, പുകച്ചില്, വേദന ഇവയൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതാണ്. നല്ലൊരു എഫക്റ്റീവായ ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് മിക്സി ജാറിന്റെ ബ്ലേഡ് ടൈറ്റ് ആയിട്ട് കറങ്ങുന്നില്ല എങ്കിൽ ചെയ്യാൻ പറ്റിയ കിടിലൻ ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. മിക്സി ജാറിന്റെ ഉള്ളില് ടൈറ്റ് ആവുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഇതുപോലെ തടവി കൊടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് ബ്ലേഡിന്റെ എല്ലാ ഭാഗത്തായിട്ടും വെളിച്ചെണ്ണ തേച്ചു കൊടുക്കണം. 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കാം. സ്റ്റക്കൊക്കെ മാറി കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടിപ്പ് നോക്കാം. നമ്മുടെയൊക്കെ ഭക്ഷണത്തിന്റെ രുചി ഇരട്ടിയാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കറുത്ത പൊന്ന് കുരുമുളക്, അത് സാധാരണ നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ പൊടിച്ചെടുക്കാറ്. ഏറ്റവും നല്ലത് നമ്മുടേതായ ചില പൊടിക്കൈകൾ ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചു വെക്കുന്നതാണ്. മാസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ ഒരു കുറഞ്ഞ എമൗണ്ടിലാണ് നമ്മൾ കുരുമുളക് പൊടിച്ചു വെക്കേണ്ടത്. അതാണ് നമ്മൾ കുരുമുളക് പൊടിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് കുരുമുളക് എടുത്ത് നമ്മൾ പൊടിച്ചു വെക്കുകയാണെങ്കിൽ അതിന്റെ ഗുണവും മണവും ആ ഒരു ഫ്ലേവറും ഒക്കെ നഷ്ടപ്പെടുന്നതാണ്. വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന കുരുമുളകാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാനിപ്പോ ഇവിടെ ഒരു 100 ഗ്രാം അളവിലാണ് കുരുമുളക് ചൂടാക്കി എടുക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് കുരുമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. കറിവേപ്പില ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പെരുംജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് ചൂടായിട്ട് മൊരിഞ്ഞു വരുന്ന സമയം വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പൊ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ചൂടാക്കാനായിട്ട് വെച്ച ആ ഒരു കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നമുക്ക് ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. ഇനി ഇതുപോലെയുള്ള ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിനായിട്ട് എടുക്കുന്ന സ്പൂണോ പാത്രമോ ബോട്ടിലോ ഒന്നും തന്നെ ഒരു തുള്ളി പോലും വെള്ളത്തിന്റെ അംശം വരാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പികളും പാത്രങ്ങളുമാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നല്ല മണവും ഗുണവും ഒക്കെയുള്ള വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന്റെ സ്വാദ് നമുക്ക് 10 മടങ്ങ് വർദ്ധിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കുരുമുളക് പൊടി ഈ ഒരു രീതിയിലൊന്ന് പൊടിച്ചു വെച്ച് നോക്കൂ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.